കണ്ണൂർ സ്വദേശിയായ ജാക്സൺ വർഗീസ് തിരുവനന്തപുരത്ത് കുറ്റിച്ചൽ എന്ന സ്ഥലത്തെ മിഷണറി പ്രവർത്തകനാണ് ഇദ്ദേഹം. മരണകരമായ അപകടങ്ങൾ നിമിഷാർദ്ധത്തിൽ വഴിമാറിപ്പോയ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതലിൻ്റെ അനുഭവ സാക്ഷ്യം. സാക്ഷ്യകൂടാരമെന്ന ഈ അനുഗ്രഹീത പ്രോഗ്രാമിലൂടെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലായിരുന്നു കൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലൂടെ കാണുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങൾ എത്രയോ മഹത്വകരമാണ്. സർവസ്തുതിയും സർവബഹുമാനവും യേശു കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. ഒരു യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ കർത്താവ് എനിക്ക് അവസരങ്ങൾ നൽകി. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ കണ്ട കാഴ്ച, പള്ളിയിലെ എല്ലാ പ്രാർത്ഥനകൾക്കും മറ്റ് മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, ഇതിലെല്ലാം വളരെ ഉത്സാഹത്തോടെ പങ്കെടുക്കുകയും അത് അനുവർത്തിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളെയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കണ്ണൂർ ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇത്രയൊന്നും ആത്മീകമായ ചുറ്റുപാടുകളോ അങ്ങനൊരു സാഹചര്യമൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഒരു ധ്യാനം നടക്കുകയുണ്ടായി. എൻ്റെ മാതാപിതാക്കൾ വളരെ ഉത്സാഹത്തോടെ ആ ധ്യാന യോഗങ്ങളിൽ ആദ്യോടന്തം സംബന്ധിച്ചു. എന്നാൽ നാളിതുവരെയായി അവർക്കുണ്ടാകാതിരുന്ന നിരവധി സംശയങ്ങൾ ഈ ധ്യാന യോഗം കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായി. എൻ്റെ മാതാപിതാക്കൾ മാത്രമല്ല, അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ചില സുഹൃത്തുക്കൾക്കും ഇതേ സംശയങ്ങൾ ഉളവായി. അങ്ങനെ അവർ ബൈബിൾ വായിക്കുവാൻ ആരംഭിച്ചു. അവരുടെ സംശയങ്ങൾ അവർ അന്ന് ആ ധ്യാനം നടത്തിയ ഫാദേഴ്സിനോടൊക്കെ ഉന്നയിച്ചപ്പോൾ തക്കതായ ഒരു മറുപടി തിരുവചന അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിക്കുവാനിടയായില്ല. ആ സത്യം അറിയുവാനുള്ള വലിയൊരു ത്വര എൻ്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അങ്ങനെ ചില നാളുകൾക്ക് അവർ പലയിടങ്ങളിലും അത് അന്വേഷിച്ച് നടന്നു. അനന്തരം ഇവരിൽ എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നുവോ അതിനൊക്കെയും തക്കതായ മറുപടി വിശുദ്ധ ബൈബിളിൽ നിന്നും അവർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ ഒരുക്കി. തൽഫലമായി ദൈവവചനം പഠിക്കുകയും വിശ്വാസ സംബന്ധമായ പുതിയ അറിവുകൾ കണ്ടെത്തുകയും ചെയ്തു. എൻ്റെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കളുടെ ഈ വിശ്വാസ സംബന്ധമായ തിരിച്ചറിവുകൾ അവരിൽ ഉണ്ടായത് എന്നെയും അത്ഭുത വാഹനാക്കി മാറ്റി. ബൈബിൾ വായിക്കുകയും വിശുദ്ധ വചനത്തിലെ സത്യങ്ങളൊക്കെ എൻ്റെ കുഞ്ഞുപ്രായത്തിൽ മനസ്സിലാക്കുവാനും പള്ളിയുമായി ബന്ധപ്പെട്ട ആത്മീക കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുമൊക്കെ ദൈവം അവസരങ്ങൾ നൽകി. അങ്ങനെ മുൻപോട്ട് പോകവേ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ 3 മരണകരമായ അപകടങ്ങൾ സംഭവിച്ചു. 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ വിട്ട് ബസ് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു വഴി ക്രോസ് ചെയ്യുമ്പോൾ വലിയൊരു ലോറിയിൽ വന്ന് ഭാരമേറിയ സാധനങ്ങൾ, ലോറിയുടെ മുകളിൽ കയറി ജോലിക്കാർ ഭാരമേറിയ ചാക്കുകെട്ടുകൾ താഴേക്ക് എറിയുന്ന ഒരവസരത്തിൽ ഞാൻ ആ വാഹനത്തിൻ്റെ സമീപത്തിലൂടെ നടന്നു പോവുകയാണ്. അവർ മുകളിൽ നിന്ന് ആ കെട്ട് താഴേക്കിട്ടു. എന്നാൽ ചില നാനോ സെക്കൻഡുകൾ കൊണ്ട് അത് താഴെ വീഴും. കപ്പിനും ചുണ്ടിനും ഇടയിലെന്ന വണ്ണം ആ വലിയ മരണകരമായ ഒരു അപകടം എന്നിൽ നിന്നും വഴിമാറിപ്പോയി. ആ ഭാരമേറിയ 50 കിലോയ്ക്ക് മുകളിൽ ഭാരമേറിയ ചാക്കുകെട്ടുകളാണ്. അതെൻ്റെ തലയിൽ പതിച്ചിരുന്നെങ്കിൽ മരണമടയുവാൻ സെക്കൻഡുകൾ മതി. എന്നാൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു സൂക്ഷിപ്പ് അന്ന് ഞാൻ അനുഭവിച്ചു. അന്നതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുവാനോ അതനുസരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാനോ ഒന്നും എനിക്ക് അന്ന് സാധിച്ചില്ല. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു കരുതലായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു.
പിന്നീട് 1 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ പുഴയിൽ, ഞങ്ങളുടെ വീടിൻ്റെ സമീപയായി പുഴയുണ്ടായിരുന്നു. പതിവായി ഈ പുഴയിൽ പോയി മണിക്കൂറുകളോളം ചിലവഴിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന ശീലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ നിയന്ത്രണം വിട്ടു. ശക്തമേറിയൊരു ഒഴുക്കുള്ള ഒരു മഴയുടെ സമയമായിരുന്നു. താഴേക്ക് ഞാൻ ഒഴുകിപ്പോവാനിടയായിത്തീർന്നു. ചില അടികൾ മുൻപോട്ട് പോയാൽ അവിടെ ആഴമേറിയ ഒരു കയമുണ്ട്, ചുഴിയുമുണ്ട്. ധാരാളം ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് ഇതിനു മുൻപേ. അങ്ങനെ ഞാൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ കയത്തിലേക്ക് ഒഴുകിപ്പോവുകയാണ്. ഒരു വല്ലാത്ത ഭയം എന്നെ പിടികൂടി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ മരിക്കുമെന്നുള്ള ഒരു ചിന്ത. കാരണം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയമാണ്. പെട്ടെന്നൊരു ദൈവദൂതനെ പോലെ മുകളിൽ നിന്ന് ഒരാൾ എടുത്തു ചാടി, എല്ലാം മിനിറ്റുകൾ കൊണ്ട് കഴിഞ്ഞു, എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ആ മനുഷ്യൻ്റെ കൈകളാണ് അന്ന് എൻ്റെ രക്ഷയ്ക്ക് ഉതകിയതെങ്കിലും ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഒരത്ഭുതകരമായ ഇടപെടലായിരുന്നു ആ മരണകരമായ ആപത്തിൽ നിന്നും എന്നെ വിടുവിച്ചത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ മരണകരമായ ഏത് അനർത്ഥങ്ങൾ, എത്ര അധികം, എത്ര കഠിനമായത് നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മളിൽ നിറവേറും. ദൈവത്തിൻ്റെ പദ്ധതികൾ സാധ്യമാക്കും. ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് അത്ര ഭയങ്കരമാണ്. അങ്ങനെ ആ വലിയ ആപത്തിൽ ദൈവം എന്നെ വിടുവിച്ചു. തുടർന്നും ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നു. ആത്മീയകാര്യങ്ങളിലൊക്കെ മാതാപിതാക്കളോട് ഒപ്പം സംബന്ധിക്കുകയും അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വലിയ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ അകപ്പെട്ടു പോയി. ഏതോ ഒരു ദുർബല നിമിഷത്തിലെ തെറ്റായ തീരുമാനം എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ നാട്ടിൽ നിന്നുമെല്ലാം അകന്നു പോകേണ്ട ഒരു സാഹചര്യം വരികയും വലിയ ഭയാനകമായ, അത് പൊതുമധ്യത്തിൽ പറയുമ്പോൾ അല്പസ്വല്പമായ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. എന്നാൽ ഇതിൻ്റെ ഗൗരവം, ഞാൻ കടന്നു പോകുന്ന മേഖലകൾ, അതിൻ്റെ ഭവിഷ്യത്തുകളേക്കൊന്നും ഞാൻ മനസ്സിലാക്കാതെ മുൻപോട്ട് പോകുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അന്നത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ആളുകളൊക്കെ രാവും പകലുമില്ലാതെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു വശത്ത് എന്നെ അന്വേഷിച്ചുകൊണ്ട് പലയിടങ്ങളിൽ യാത്ര ചെയ്യുന്നു. മറുവശത്ത് ഉപവാസവും പ്രാർത്ഥനയുമായി അനേക ആളുകൾ എനിക്ക് വേണ്ടി രാപ്പകലെന്നില്ലാതെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചു. തൽഫലമായി എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകാമായിരുന്ന എന്നെ കർത്താവ് അത്ഭുതകരമായി രക്ഷിക്കുകയും എൻ്റെ ഭവനത്തിലേക്ക് മടക്കി വരുത്തുകയും ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ഒരു 2ാം ജന്മമെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലൊരു ദൈവത്തിൻ്റെ ഇടപെടൽ അന്ന് സംഭവിച്ചു. എന്നാൽ അന്ന് അതിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കിയില്ല. എന്നാൽ ഇന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി എൻ്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആപത്തുകളെല്ലാം എന്നിൽ നിന്നും ഒഴിഞ്ഞു പോയത്. എന്നാൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസാനന്തരം കോളേജ് പഠനത്തിനായി അടുത്ത സ്ഥലത്തേക്ക് പോയി. കോളേജ് പഠനം ആരംഭിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ആത്മീക പശ്ചാത്തലത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളിൽ നിന്നുമെല്ലാം ചെറിയ വ്യതിചലനങ്ങൾ എന്നിൽ സംഭവിക്കുവാനിടയായി. കൂട്ടുകാർ അവർ പറയുന്നതാണ് ഏറ്റവും ശരിയെന്നും അതെനിക്ക് എല്ലാമായി തോന്നി. അങ്ങനെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളോടൊക്കെ എനിക്ക് നീരസമുണ്ടാകുകയും ഇനി ഈ ഒരു രീതിയിലൊന്നും പോയിട്ട് കാര്യമില്ല, കാരണം കൂട്ടുകാരുടെ ഒക്കെ ഒത്തുള്ള ആ സംഭാഷണങ്ങളും അവരുടെ സ്വാധീനങ്ങളും എന്നെ വല്ലാതെ മാറ്റിമറിച്ചു. ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അങ്ങനെ ലൈഫ് അടിച്ചു പൊളിക്കണമെങ്കിൽ അതിന് പണം ആവശ്യമാണ്. അങ്ങനെ എത്രയും വേഗം പണക്കാരനാകണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എന്നെ ഭരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ചില നാളുകൾ മുൻപോട്ട് പോയി. കോളേജ് പഠനാനന്തരം അതുവരെ ഏറ്റവും എപ്പോഴും കൂടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവരവരുടേതായ മേഖലകളിലേക്ക് വഴിതിരിഞ്ഞു പോയി.
ഒരു വല്ലാത്ത നിരാശ എന്നെ ബാധിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്, ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്, ഞാനിത് ചിന്തിക്കുവാൻ തുടങ്ങി. ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് എന്നെക്കുറിച്ച് പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ഒന്നുമല്ല, ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ ആ ദിവസങ്ങളിൽ കൃത്യം ഒരു ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു സമയത്ത് ഒരു ദൈവിക ഇടപെടൽ വളരെ ശക്തമായി എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണെന്നും ഈ ഭൂമിയിൽ എങ്ങനെയും ജീവിച്ച് എങ്ങനെയും കുറേ കാലങ്ങൾ ചിലവഴിച്ച് നഷ്ടപ്പെടുത്തുവാനുള്ളതല്ല, അതിനേക്കാളെല്ലാം ഉപരിയായി ഒരു സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി ജീവനോടെ ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ മരണകരമായ 3 അപകടങ്ങളിൽ നിന്നും വിടുവിച്ചു ഒരത്ഭുതമാക്കി മാറ്റിയ എന്നെ കർത്താവ് ആ നിലകളിൽ എന്നെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തെ ഇനിയുള്ള കാലങ്ങൾ ശുശ്രൂഷിക്കണം, ആ യേശുവിനായി ജീവിക്കണം, ആ യേശുവിനെ സേവിക്കണം എന്നൊക്കെയുള്ള ചിന്ത എന്നെ വല്ലാതെ ഭരിക്കുവാൻ തുടങ്ങി. തുടർന്ന് എൻ്റെ ജീവിതം ഞാൻ ദൈവകരങ്ങൾ സമർപ്പിക്കുകയും മറ്റെല്ലാം വിട്ട് അതുവരെയുള്ള എൻ്റെ ചിന്തകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തികച്ചും ഒരു യൂറ്റേണെന്ന് വേണമെങ്കിൽ പറയാം, അതുവരെ ചിന്തിച്ചതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പാത ഞാൻ തിരഞ്ഞെടുത്തു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും തുടർന്ന് തിയോളജിക്കൽ പരമായിട്ടുള്ള പഠനത്തിനായി യാത്ര തിരിക്കുകയും ചെയ്തു. ഒറ്റപ്പെട്ടു പോകുന്ന വഴിത്താരകളിൽ സ്നേഹിതർ കൈവിടുമ്പോൾ ഓളങ്ങളെയും തിരമാലകളെയും അടക്കിയ യേശുവിൻ്റെ കരം പ്രവർത്തിച്ച അനുഭവങ്ങൾ നിരവധിയാണ്. ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞാൻ പഠിച്ച സ്കൂള്, എനിക്കങ്ങനെ പറയുന്നതിൽ യാതൊരു സങ്കോചവുമില്ല. കേരളത്തിലെ ഏറ്റവും മോശം സാഹചര്യങ്ങൾ ഉള്ള ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ വിദ്യാഭ്യാസമൊക്കെ വളരെ പരിതാപകരമായിരുന്നു. എങ്ങനെയൊക്കെ ജയിച്ചു രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന എനിക്ക് വേദശാസ്ത്ര പഠനത്തിന് വേണ്ടി ഞാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ആ പഠനം ആരംഭിക്കുകയും ചെയ്തപ്പോൾ പ്രാരംഭത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെന്നെ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല. കാരണം നല്ല വിദ്യാഭ്യാസ പശ്ചാത്തലവും നല്ല അറിവും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. ഞാൻ ഒരു ഗ്രാമത്തിൽ വളരെ പരിതാപകരമായ ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലത്തിലൊക്കെ വളർന്നു വന്ന എനിക്ക് ഒരിക്കലും ഇത് സാധിക്കുകയില്ല. കാരണം 4 പേരുടെ മുമ്പിൽ നിന്ന് നന്നായി സംസാരിക്കുവാനോ വാക്ചാതുര്യത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ഒന്നും എനിക്ക് ശേഷിയില്ല. ഞാൻ കരുതി ഇതും എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. പക്ഷേ ദൈവം എൻ്റെ ജീവിതത്തെ അവിടെയും മാറ്റിമറിച്ചു. തകർന്നുപോയ എൻ്റെ വിദ്യാഭ്യാസത്തെ ദൈവം പുതുക്കി പണിതെന്ന് വേണമെങ്കിൽ പറയാം. കർത്താവിൻ്റെ യേശുവിൻ്റെ വലിയ കൃപയാൽ എനിക്ക് നന്നായി പഠനം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് കൃപ നൽകി. എൻ്റെ കഴിവോ എൻ്റെ യോഗ്യതയോ എൻ്റെ പശ്ചാത്തലമോ അല്ല, ദൈവത്തിൻ്റെ മഹാകരുണയൊന്നുകൊണ്ട് തുടർന്ന് പഠിക്കുവാനും നന്നായി വാക്ചാതുര്യത്തോടെ വചനം പ്രസംഗിക്കുവാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനുമൊക്കെയുള്ള കൃപ ദൈവം പിന്നത്തേത് നൽകിയുണ്ടായി. അങ്ങനെ വേദശാസ്ത്ര പഠനം, അതിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ കരസ്ഥമാക്കുവാൻ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി. തുടർന്ന് എന്നെ രക്ഷിച്ച, എന്നെ വിടുവിച്ച യേശുവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള അതിയായ ആഗ്രഹത്താൽ പലയിടങ്ങളിൽ യാത്ര ചെയ്യുവാനും അനേകരോട് യേശുവിൻ്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുവാനുമൊക്കെ ദൈവം അവസരങ്ങൾ നൽകി. 4 പേരുടെ മുമ്പിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് ഒരു വാക്ക് സംസാരിക്കുവാൻ മടി ഉണ്ടായിരുന്ന എനിക്ക് അനേക പട്ടണങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, അനേക സ്റ്റേജുകളിൽ, ആയിരങ്ങൾ കൂടുന്ന ഇടങ്ങളിൽ യേശുവിൻ്റെ സത്യസുവിശേഷം ഇന്നും വിളിച്ചു പറയുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു.
തുടർന്നുള്ള ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇന്ത്യക്കകത്തും പുറത്തും പലയിടങ്ങളിൽ സന്ദർശിക്കുവാനും അനേക ആയിരങ്ങളെ സന്ധിക്കുവാനും ദൈവം അവസരങ്ങൾ നൽകി. അവിടെയൊക്കെ യേശു ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ, മാറ്റങ്ങൾ കണ്ടപ്പോൾ ഈ വേല കൂടുതൽ കൂടുതൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം എന്നെ ഓരോ ദിവസവും ഉത്തേജിപ്പിക്കുകയാണ്. നിരാശയിലും സങ്കടത്തിലുമൊക്കെ കഴിയുന്ന നിരാലംബരായ, രോഗികളായ, ജീവിതം ഒരു വിധത്തിലും മുൻപോട്ട് പോകുവാൻ യാതൊരു ഹോപ്പുമില്ലാത്ത അനേക ആയിരങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ സന്ധിക്കുവാൻ, അനേകർക്ക് യേശുവിൻ്റെ നേരായ മാർഗം ഉപദേശിച്ചു കൊടുക്കുവാൻ, വിശ്വാസത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനൊക്കെ എളിയവനായ എനിക്ക് യേശു കൃപ നൽകി. എൻ്റെ യോഗ്യതയോ എൻ്റെ കഴിവോ ഒന്നുമല്ല, സകലവും യേശുവിൻ്റെ കൃപയൊന്നു മാത്രമാണ്. മഹാദൈവത്തിൻ്റെ അത്ഭുത കരുണയാൽ അതിന് കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഞാൻ കണ്ട അത്ഭുതകരമായ സൗഖ്യങ്ങളുണ്ട്. ജീവിതത്തിൽ, അനേകരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളുണ്ട്. മരണകരമായ ആപത്തുകൾ, ഓപ്പറേഷനുകൾ ഒക്കെ മാറിപ്പോകുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടു. ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് സുഖകരമായ കാര്യമല്ല. ഒരുപാട് വെല്ലുവിളികൾ ജീവിതത്തിൽ, ഒരുപാട് പ്രതിസന്ധികൾ, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത, എല്ലാം വിട്ടോടേണ്ട സാഹചര്യങ്ങൾ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തു. എന്നാൽ മതി, ഇനി ഇങ്ങോട്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അടുത്ത മിനിറ്റിൽ തന്നെ എൻ്റെ അകത്ത് പിന്നെയും ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് നൽകുകയും പിന്നെയും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ശക്തീകരിക്കുകയും ചെയ്യുന്നു. അതിനൊരു കാരണം അനേകരുടെ ലൈഫിൽ നടക്കുന്ന മാറ്റങ്ങൾ, യേശു ചെയ്യുന്ന വിടുതലുകൾ കാണുമ്പോൾ പിന്നെയും ഈ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാനുള്ള ഉത്സാഹവും ആഗ്രഹവും എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നിരാശയിലായിരിക്കാം, ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനാകാതെ അലയുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും വേണ്ടുവോളം ഉണ്ടെങ്കിലും ജീവിതത്തിൽ സമാധാനമില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ ഞാൻ എന്തിന് ഈ ഭൂമിയിലായിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എത്ര പരിതാപകരമാകട്ടെ, എൻ്റെ അനുഭവത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. നമ്മളാരും യാദൃശ്ചികമായി ഈ ലോകത്തിൽ പിറന്നവരല്ല. നമ്മളെക്കുറിച്ചെല്ലാം ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുള്ളത് കൊണ്ടാണ് നാം ഈ ഭൂമിയിലായിരിക്കുന്നത്. നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപ് നമ്മളെ അറിഞ്ഞ ഒരു ദൈവം, ആ ദൈവം ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുന്നവരോ ബിസിനസ് ചെയ്യുന്നവരോ സ്വയം തൊഴിൽ ചെയ്യുന്നവരൊക്കെ ആകാം. നിങ്ങളാരുമാകട്ടെ, നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ വേലയിൽ വ്യാപൃതരായാൽ നാം നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ ഈ ഒരായുസ്സിൽ അനേകർക്ക് വെളിച്ചമാകുവാൻ നിരാശയിലും വേദനയിലും കഴിയുന്ന, ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്നറിയാതെ അലയുന്ന അനേകരെ സത്യവെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള വലിയ ദൈവിക പദ്ധതികൾ, ഉദ്ദേശങ്ങളും നമ്മളെക്കുറിച്ച് ദൈവത്തിനുണ്ട്. ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എല്ലാം സുഖകരമാകും എന്ന് തെറ്റിദ്ധരിക്കരുത്. പട്ടുമെത്തയിലല്ല, കഠിനമാകുന്ന വേദനകളും വെല്ലുവിളികളും നിറഞ്ഞതാണ് നമ്മുടെ ഈ ജീവിതം. ക്രിസ്ത്യ ജീവിതത്തിൽ തന്നെ വെല്ലുവിളികൾ ധാരാളമുണ്ട്. പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ
നമുക്കൊരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഒരിക്കലും തകർന്നും താളടിയായി പോകുവാൻ യേശു അനുവദിക്കത്തില്ല. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം അതിൻ്റെ 4-ാം വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കുവാൻ വിശ്വസ്തനാണ്. നിങ്ങളിൽ യേശുവാണ് നല്ല പ്രവൃത്തി ആരംഭിച്ചതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വിജയകരമായി നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുവാൻ യേശു വിശ്വസ്തനാണ്. യേശുവുള്ള പടകിന് നേരെയും തിരകൾ വരാം, പടക് മുങ്ങുമെന്ന് തോന്നാം, വെള്ളം കയറി ഇപ്പോൾ തീരുമെന്നുള്ള അവസ്ഥകളൊക്കെ വരാം. പക്ഷേ യേശുവാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ, യേശുവാണ് നിങ്ങളോട് അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞതെങ്കിൽ, ഇടയ്ക്ക് വെച്ച് അയ്യോ പ്രതിസന്ധിയാണല്ലോ, നിങ്ങൾ രക്ഷപ്പെടാൻ നോക്ക്, ഇങ്ങനെയൊന്നും പറയത്തില്ല. മനുഷ്യൻ നമ്മളെ കൈവിടും, പക്ഷേ അക്കരെ നിങ്ങളെ എത്തിക്കുവാൻ യേശുവിന് പൂർണ്ണ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളോട് അക്കരയ്ക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞത്. ഇടയ്ക്ക് വരുന്ന ഓളങ്ങളെയും തിരമാലകളെയും കൊടുങ്കാറ്റുകളെയും കണ്ട് പതറരുത്. നിങ്ങളുടെ പടക് ഉലയുന്ന സാഹചര്യങ്ങളിലും ആ സന്ദർഭത്തിൽ നിങ്ങളുടെ സമീപേ വന്ന് കാറ്റിനെ അടക്കി കടലിനെ ശാന്തമാക്കി നിങ്ങളുടെ ജീവിതയാത്രയെ ഏറ്റവും സുഖകരമാക്കി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ നിങ്ങളെ വിളിച്ച യേശു വിശ്വസ്തനാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത് യേശുവാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് വരുന്ന പ്രതിസന്ധികൾ കണ്ട് ഭയന്ന് പിന്മാറരുത്. ഒന്നിനും ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കത്തില്ല. മനസ്സിന് ഉണ്ടാകുന്ന വേദനകളാകാം, ശാരീരിക വിഷമതകളാകാം, സാമ്പത്തിക പ്രതിസന്ധികളാകാം, നമ്മളെ അലട്ടുന്ന അസ്വസ്ഥമാക്കുന്ന ആത്മീകമോ ഭൗതികമോ ശാരീരികമോ മാനസികമോ സാമ്പത്തികവുമായ ഏത് വിഷയമാകട്ടെ, അതിൻ്റെ എല്ലാം നടുവിൽ അത്ഭുതം ചെയ്ത് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് മറുകരയിൽ കൊണ്ടുചെന്നെത്തിക്കുന്ന യേശുവിൻ്റെ വിശ്വസ്തത കുറഞ്ഞു പോയിട്ടില്ല. ധൈര്യത്തോടെ വിശ്വാസം ചോർന്നു പോകരുത്, നിരാശപ്പെടുവാൻ അവസരം കൊടുക്കരുത്. വിശ്വാസത്തിൻ്റെ നല്ല യാത്ര യേശുവിൽ ആശ്രയിച്ച് യേശുവിനോട് ഒപ്പം കാൽച്ചുവടുകൾ മുൻപോട്ട് വയ്ക്കുവാൻ സർവശക്തൻ നിങ്ങൾക്ക് കൃപ നൽകുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഇന്ന് അനേക വേദികളിൽ യേശുവിൻ്റെ സുവിശേഷത്തെ പ്രഘോഷിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സജീവമാണ് ജാക്സൺ.